ബാർക്കോഴയിൽ കേന്ദ്ര അന്വേഷണം വേണമെന്ന് സജി മഞ്ഞക്കടവിൽ. രണ്ടാം ബാർക്കോഴ ആരോപണം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്. കെ മാണിക്കെതിരെ ബാർക്കോഴ ആരോപണമുയർന്നപ്പോൾ നിയമസഭയ്ക്ക് അകത്തും പുറത്തും സമരം നടത്തിയ CPM പുതിയ ആരോപണം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് പാർട്ടി ചെയർമാൻ സജി മഞ്ഞക്കടവിൽ ആരോപിച്ചു. ബാർക്കോഴയെപ്പറ്റി വാട്സാപ്പിലൂടെ ശബ്ദ സന്ദേശം അയച്ച ബാർ ഉടമ അനിമോൻ തനിക്കൊന്നും ഓർമ്മയില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. അനിമോന് അൽഷിമേഴ്സ് ബാധിച്ചിരിക്കുകയാണെന്നും സജി മഞ്ഞക്കടവിൽ കുറ്റപ്പെടുത്തി. നിരപരാധിയായ മാണിസാറിനെ വേട്ടയാടിയവർ ഇനിയെങ്കിലും മാപ്പ് പറയണം. മാണിസാറിനെ ആരോപണത്തിൻ്റെ പേരിൽ വേട്ടയാടിയ CPM ബാർക്കോഴ അഴിമതിക്ക് ഇപ്പോൾ നേതൃത്വം കൊടുക്കുമ്പോൾ ആ മുന്നണിയിൽ നിന്ന് വീണ്ടും അപഹാസ്യനാകാതെ ജോസ് കെ മാണിയും കൂട്ടരും മുന്നണി ബന്ധം ഒഴിവാക്കാൻ തയ്യാറാകണം. ബാർക്കോഴയിൽ പ്രതികരിക്കാത്ത പ്രതിപക്ഷത്തിനും ഇടപാടിൽ പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നും സജി മഞ്ഞക്കടവിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അന്ന് ആരോപണങ്ങളും കോലാഹലങ്ങളും ഉണ്ടായത്. നമ്മൾ കണ്ടു, അത് നിയമസഭയ്ക്കകത്ത് CPM-ന്റെ MLA-മാർ നേതാക്കന്മാരെല്ലാം കൂടി നിയമസഭയിൽ സ്പീക്കറുടെ കസേര എടുത്തെറിഞ്ഞു. നിയമസഭയുടെ അല്ലെങ്കിൽ ഗാലറി പോലെ അടിച്ചു തകർത്ത് വലിയ കോലാഹലം ഉണ്ടാക്കി. DYFI അവരുടെ യുവജന സംഘടന അട്ടിക്ക് വകയില്ലാത്ത കെ മാണിക്ക് 500 അല്ലെങ്കിൽ രൂപ പിരിച്ച് അയക്കുന്ന തരത്തിലുള്ള സമരങ്ങൾ കെ മാണി സാറിനെ കള്ളൻ കോരൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. ഇങ്ങനെയൊക്കെ സമരം നടത്തിയ ഇവരോടുകൂടി സമരം നടത്തിയ DYFI-യും CPM-ഉം ഇപ്പോൾ എന്താണ് ഈ ബാർക്കോഴയെ സംബന്ധിച്ച് ഒന്നും ഉണ്ടാത്തതെന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഈ ബാർക്കോഴ ഇവർ കണ്ടില്ല എന്നടിച്ച് ഉറക്കം നടിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഇത് വ്യക്തമായ തെളിവോടുകൂടി അനിമോൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബാർ അസോസിയേഷൻ ഭാരവാഹി വളരെ കൃത്യമായിട്ട് പറഞ്ഞു, എല്ലാവരും 2.5 ലക്ഷം രൂപ തരണം. ആ 2.5 ലക്ഷം രൂപ കൃത്യമായി നമുക്ക് കൊടുക്കേണ്ടത് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നടക്കൂ എന്ന് വളരെ കൃത്യവും വ്യക്തവുമായി അദ്ദേഹം ആ വാട്സാപ്പ് സന്ദേശം നൽകി. പക്ഷെ ഇന്നലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഞാനെല്ലാം പറഞ്ഞിരിക്കുന്നു, 1 ദിവസം 2 ദിവസം കൊണ്ട് അനിമോന് അൾഷിമേഴ്സ് ബാധിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഏതായാലും അത് വ്യാജമാണ്. അനിമോൻ പറഞ്ഞ യഥാർത്ഥമായ കാര്യം വാട്സാപ്പിൽ വന്നു. അതിനുശേഷം ഇന്നലെ പറഞ്ഞ മൊഴി വളരെ വിചിത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണം. കേന്ദ്ര ഏജൻസി ഈ വിഷയം അന്വേഷിക്കണമെന്നാണ് ഈ അവസരത്തിൽ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്.